രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരും ദേശീയ പതാക ഉയർത്തണമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. UAE പ്രാദേശിക സംഘർഷത്തിൽ നിന്ന് കൂടുതൽ ശക്തവും ഐക്യത്തോടെയും ഉയർന്നു വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വൈകാരിക പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഐക്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും രാഷ്ട്രത്തോടുള്ള വിശ്വസ്തതയുടെയും ശക്തമായ പ്രതീകമായി മാറുന്ന ലളിതമായൊരു പ്രവൃത്തിയാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതത് രാജ്യങ്ങളിലെ ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ആവേശമില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. ഉപാധികളില്ലാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് UAE. കടലിടുക്ക് ഏതെങ്കിലും രാജ്യം നിർമ്മിക്കുകയോ എഞ്ചിനീയറിംഗ് ചെയ്യുകയോ ധനസഹായം നൽകുകയോ ചെയ്തിട്ടില്ലെന്നും അത് തുറക്കാൻ ഉപാധികൾ പാടില്ലെന്നുമാണ് UAE വ്യവസായ നൂതന സാങ്കേതിക മന്ത്രിയും അഡ്നോക് ചീഫ് എക്സിക്യൂട്ടീവുമായ സുൽത്താൻ അൽ ജാബർ ആവശ്യപ്പെട്ടത്. ഹിസ്ബുള്ള തലവൻ നഈം ഖാസിമിനെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ. രാജ്യത്തെ നടുക്കിയ ഇസ്രായേലി ആക്രമണങ്ങളിൽ 200-ലേറെ പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ഇന്നും ലെബനന് നേരെ കടുത്ത ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിടുന്നത്. ഇറാൻ തീരത്തേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികർ നീങ്ങുന്നു. 2 ആഴ്ച നീണ്ടുനിന്ന US ഇറാൻ വെടിനിർത്തൽ കരാർ നിലവിലുള്ളപ്പോഴാണ് പിരിമുറുക്കത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യത്തെ ഇറാന് സമീപം വിന്യസിക്കുന്നത്. യഥാർത്ഥ കരാർ നിലവിൽ വരുന്നവരെ അമേരിക്കൻ സൈന്യം ഇറാന് സമീപം വിന്യസിക്കപ്പെടുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനുള്ള വിശദീകരണമായി പറയുന്നത്. നാളെയാണ് പാകിസ്ഥാനിൽ നിർണായക സമാധാന ചർച്ച ആരംഭിക്കുന്നത്. ചർച്ചകൾക്കായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ലെങ്കിൽ അതിന് ഇറാൻ ഏറെ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ നേരിടുമെന്നും JD വാൻസ് മുന്നറിയിപ്പ് നൽകി. We need to have a successful negotiation for the security of the American people. I think there's a lot on the other end. If they don't give us what we need, then I think it's going to be bad, but I'm optimistic that the Iranians are going to be. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് JD വാൻസ്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ ഏറെ പ്രതീക്ഷ വേണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇറാൻ പ്രതിനിധികളും ഇന്ന് രാത്രിയോടെ ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ചർച്ച പരാജയപ്പെട്ടാൽ ഇറാന് നേരെ ഉടൻ കടുത്ത ആക്രമണം തുടങ്ങുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ലെബനനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ മേഖലയിൽ സമാധാനവും സ്ഥിരതയും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് പാകിസ്ഥാൻ. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം തടയാൻ അടിയന്തര അന്താരാഷ്ട്ര നടപടി ആവശ്യപ്പെടുന്നതായും പാകിസ്ഥാൻ അറിയിച്ചു. വെടിനിർത്തൽ കരാർ നിലവിലിരിക്കെ ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിച്ചത്. ശക്തിയോടെയും കൃത്യതയോടെയും ദൃഢനിശ്ചയത്തോടെയും ഞങ്ങൾ ആക്രമണം തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് മൈനുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന മാപ്പ് ഇറാൻ സൈന്യം പുറത്തിറക്കി. ഭൂപടത്തിലെ വൃത്തം അപകട മേഖലയാണെന്നും നാവിക മൈനുകൾ ഒഴിവാക്കാൻ കപ്പലുകൾ ഇവ ഒഴിവാക്കി വേണം യാത്ര ചെയ്യേണ്ടതെന്നുമാണ് നിർദ്ദേശം. കടലിടുക്കിൻ്റെ തെക്ക് ഒമാനടുത്തുള്ള ഭാഗത്തുകൂടെയായിരുന്നു മുമ്പേ കപ്പലുകൾ കടന്നുപോയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇറാനിയൻ തീരത്തോട് അടുത്ത വടക്കൻ പാത സ്വീകരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. UAEയിൽ തിങ്കളാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇടയ്ക്കിടെയുള്ള മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇത് പൊടിപടലങ്ങൾ ഉയർത്തുകയും തുറന്ന പ്രദേശങ്ങളിൽ ദൃശ്യപരത കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് നേരിയ മഴ അനുഭവപ്പെട്ടു. ദുബായ് ഡമാക് ഹിൽസിലെ എംപോറിയ സ്പോർട്സ് അക്കാദമിയിൽ നടക്കുന്ന സേഫ് കെയർ മുഖ്യ പ്രായോജകരായ D2 കേരള പ്രീമിയർ ലീഗിൽ ഷോളയ ഷോഗൺസ് പമ്പ പവർ റേഞ്ചേഴ്സിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ചാനൽ 5+ ആണ് D2 കേരള പ്രീമിയർ ലീഗിൻ്റെ ചാനൽ പാർട്ട്ണർ.